നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണെന്നും BJPക്കും RSSനും സുരേഷ് ഗോപിക്കും അതിൽ പങ്കുണ്ടെന്നും മുൻ മന്ത്രി VS സുനിൽകുമാർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. വെടിക്കെട്ട് നിർത്തിവെച്ചതിലും പന്തൽ ലൈറ്റ് അണച്ചതിലുമെല്ലാം ഗൂഢാലോചനയെന്നും അതിന് ദേവസ്വങ്ങളെ കുറ്റപ്പെടുത്താനാകില്ലെന്നും സുനിൽകുമാർ. ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ച് തീരദേശ മേഖലകളിൽ വ്യാജമദ്യവും മയക്കുമരുന്ന് വിതരണവും സംഭരണവും തടയുന്നതിനായി ചാവക്കാട് ബ്ലാങ്ങാട് മേഖലയിൽ റെയ്ഡ്. ചാവക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസിന്റെയും മുനയ്ക്കക്കടവ് കോസ്റ്റൽ പോലീസിന്റെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു പരിശോധന. കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിന്റെ സ്വാഗത സംഘ രൂപീകരണം കുന്നംകുളം താലൂക്ക് ഓഫീസിൽ ചേർന്നു. ഡിസംബർ 27 വെള്ളിയാഴ്ച കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അദാലത്ത്. പരാതികൾ ഓൺലൈനായും നേരിട്ട് നൽകാം. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണെന്നും BJPക്കും RSSനും സുരേഷ് ഗോപിക്കും അതിൽ പങ്കുണ്ടെന്നും മുൻ മന്ത്രി VS സുനിൽകുമാർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. തൃശൂർ രാമനിലയത്തിലായിരുന്നു മലപ്പുറം അഡീഷണൽ SP-യുടെ നേതൃത്വത്തിൽ മൊഴിയെടുപ്പ് നടന്നത്. പൂരം അലങ്കോലപ്പെടുത്താൻ നടന്ന ശ്രമങ്ങൾ സംബന്ധിച്ച തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം അന്വേഷണ സംഘത്തിന് കൈമാറിയതായി VS സുനിൽകുമാർ പറഞ്ഞു. പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഭവത്തിന് പിന്നിൽ BJP RSS ഗൂഢാലോചനയുണ്ട്. സുരേഷ് ഗോപിക്കും സംഭവത്തിൽ പങ്കുണ്ട്. ഇക്കാര്യങ്ങൾ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വെടിക്കെട്ട് നിർത്തിവെച്ചതിലും പന്തൽ ലൈറ്റ് അണച്ചതിലും സുരേഷ് ഗോപിയെ സ്ഥലത്തെത്തിച്ചതിലും എല്ലാം ഗൂഢാലോചനയുണ്ട്. അതിന് ദേവസ്വങ്ങളെ കുറ്റപ്പെടുത്താനാവില്ലെന്നും ചില വ്യക്തികളാണ് ഇതിന് പിന്നിലെന്നും സുനിൽകുമാർ പറഞ്ഞു. എന്നോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളും എനിക്ക് പറയാനുള്ള കാര്യങ്ങളും പറയാൻ വേണ്ടിയുള്ള അവസരമാണ് ഇന്ന് ഉണ്ടായത്. അപ്പോൾ എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും, അതായത് തൃശ്ശൂർ പൂരം അന്ന് രാത്രി ഉണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങൾ, വെടിക്കെട്ട് വൈകിയത്, പൂരം അതിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം കേവലം ചടങ്ങുകളാക്കി മാത്രം മാറ്റിയത്, മേളം നിർത്തിവെച്ചത്, അതുപോലെ വെടിക്കെട്ട് നടത്തില്ല എന്ന് പ്രഖ്യാപിച്ചത്, പന്തലിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്തുൾപ്പെടെയുള്ള ആ അനിഷ്ട സംഭവങ്ങൾക്കിടയാക്കിയ സാഹചര്യങ്ങളെപ്പറ്റി കൃത്യമായ അറിവുകൾ, എനിക്ക് കിട്ടിയ അറിവുകളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ള BJP RSS വിശ്വഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള അതിനകത്തുണ്ടായ നേതാക്കന്മാരുടെ പങ്കാളിത്തം. സംഭവസ്ഥലത്തെ സുരേഷ് ഗോപിയുടെയും RSS നേതാക്കളുടെയും സാന്നിധ്യം തിരിച്ചറിയാൻ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അന്വേഷണവുമായി തുടർന്നും സഹകരിക്കുമെന്നും ആവശ്യപ്പെട്ടാൽ വീണ്ടും മൊഴി നൽകുമെന്നും സുനിൽകുമാർ വ്യക്തമാക്കി. സംഭവത്തിൽ അന്വേഷണം നടത്തുന്ന മലപ്പുറം അഡീഷണൽ SP-യുടെ നേതൃത്വത്തിൽ മൊഴിയെടുപ്പ് വരും ദിവസങ്ങളിലും തുടരും. CCTV ന്യൂസ്, കേച്ചേരി. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് കാണിച്ച് കുന്നംകുളം കീഴൂർ പൂരം സംയുക്ത ഉത്സവ ആഘോഷ കമ്മിറ്റിക്കെതിരെ വനം വകുപ്പ് കേസ് രജിസ്റ്റർ ചെയ്തു. അടുത്ത ദിവസങ്ങളിൽ തുടർ നടപടിയുണ്ടാകും. ആന പരിപാലന നിയമചട്ട ലംഘനം, കോടതിയലക്ഷ്യം എന്നീ വകുപ്പുകൾ ചേർത്താണ് സംയുക്ത ഉത്സവാഘോഷ കമ്മിറ്റിക്കെതിരെ വനംവകുപ്പ് കേസെടുക്കുന്നത്. രാവിലെ 9 മണിക്കും വൈകിട്ട് 5-നും ഇടയിൽ ആനകളെ എഴുന്നള്ളിച്ച് റോഡിലൂടെ നടത്തരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശമുണ്ട്. ഇവിടെ ചില പൂരങ്ങൾ ഉച്ചയ്ക്ക് 1 മണിയോടെ എഴുന്നള്ളിച്ചിരുന്നു. ഇതെല്ലാം പരിശോധിച്ചാണ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ പൂരവുമായി ബന്ധപ്പെട്ട് കുന്നംകുളം പോലീസ് ആദ്യഘട്ടത്തിൽ കേസെടുത്തിട്ടില്ല. ഇനി തുടർന്നങ്ങോട്ട് കുന്നംകുളം മേഖലയിൽ നിരവധി ഉത്സവാഘോഷങ്ങൾ നടക്കാനിരിക്കുകയാണ്. ഇവർക്കെല്ലാം തന്നെ വനംവകുപ്പിന്റെ കേസ് ഒരു മുന്നറിയിപ്പാവുകയാണ്. ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ച് തീരദേശ മേഖലകളിൽ വ്യാജമദ്യവും മയക്കുമരുന്ന് വിതരണവും സംഭരണവും തടയുന്നതിനായി ചാവക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസിന്റെയും മുനയ്ക്കക്കടവ് കോസ്റ്റൽ പോലീസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വിവിധയിടങ്ങളിൽ റെയ്ഡ് നടത്തി. ബ്ലാങ്ങാട് ബീച്ച് മേഖലയിലെ അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ, സുനാമി കോളനി എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്നുള്ള ദിവസങ്ങളിലും തീരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഊർജിതമായ പരിശോധന നടത്തുമെന്ന് എക്സൈസ് കോസ്റ്റൽ പോലീസ് അറിയിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജോസഫ്, കോസ്റ്റൽ പോലീസ് SI-മാരായ സുമേഷ് ലാൽ, ലോഫിരാജ്, എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ അരുൺകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർ ശ്യാം, അനിൽ പ്രസാദ്, കോസ്റ്റൽ പോലീസ് CPO-മാരായ അവിനാശ്, നിഖിൽ, ബബിൻ ദാസ്, ബിബിൻ, ASI സജയ് എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു.
എരുമപ്പെട്ടി കടങ്ങോട് റോഡ് ശങ്കരൻകാവ് വഴിയിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ചു. ശങ്കരൻകാവ് ഭാഗത്തു നിന്നും വന്നിരുന്ന കാർ വളവിൽ വെച്ച് വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് തകർന്നു. അതേസമയം എരുമപ്പെട്ടിയിൽ നിന്നും കടങ്ങോട്ടേക്ക് പോകുകയായിരുന്ന മറ്റൊരു കാറുമായും നിയന്ത്രണം വിട്ട കാർ ഇടിച്ചു. 2 കാറുകളുടെയും മുൻവശം തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പുന്നിയൂർക്കുളം പഞ്ചായത്ത് കടിക്കാട് 13-ാം വാർഡിലെ വിഭജനം അശാസ്ത്രീയമെന്ന് പരാതി. യുവമോർച്ച ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റും കടിക്കാട് സ്വദേശിയുമായ കിരൺ ബാലചന്ദ്രൻ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. കടിക്കാട് ദേശം ഉൾപ്പെടുന്ന കടിക്കാട് ശിവക്ഷേത്രവും കൊട്ടിലിങ്ങൽ കോക്കാട്ടുകുളം പരിസരവും ദുബായ് റോഡും ബീക്കുട്ടി കോളനിയും കടിക്കാട് വാർഡ് 13-ൽ ഉൾപ്പെടുത്തണം എന്നാണ് ആവശ്യം. രാമരാജ ഭാഗം കടിക്കാട് വാർഡിലാണ് നിലവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുവഴി പ്രദേശത്തെ ആളുകൾക്ക് ഗ്രാമസഭകളിലും മറ്റു യോഗങ്ങൾക്കും വരണമെങ്കിൽ 2 കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കണം. ഇവ രണ്ടും പരിഹരിച്ചുകൊണ്ടുള്ള ഭൂപടവും പരാതിയിൽ കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. രജിസ്ട്രാർ ഓഫീസർക്കാണ് ഇത് സംബന്ധിച്ച അന്വേഷണ ചുമതല. പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലും കടിക്കാട് ദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പാരമ്പര്യം ഹനിക്കാത്ത രീതിയിലും വാർഡ് വിഭജനം നടത്തണമെന്നാണ് പരാതിക്കാരന്റെ ആവശ്യം. CPM-ന് സ്വാധീനം ലഭിക്കാവുന്ന രീതിയിൽ വാർഡുകളെ വിഭജിച്ചുകൊണ്ട് CPM-ന്റെ പാർട്ടി ഓഫീസിൽ തയ്യാറാക്കിയ ഭൂപടമാണ് പുന്നിയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിലവിൽ കൈമാറിയിട്ടുള്ളത്. വാർഡ് വിഭജനത്തിലെ അതിർത്തികൾ നിശ്ചയിക്കുന്നതിൽ വലിയ രീതിയിലുള്ള പാളിച്ചകൾ വാർഡ് 13-ാം വാർഡിൽ നടന്നിട്ടുണ്ട്. കടിക്കാട് ദേശത്തിന്റെ പരിധികളായിട്ടുള്ള ബീക്കുട്ടി കോളനിയും കൊട്ടിലിങ്ങൽ കോക്കാട്ട് കുളം പരിസര നിവാസികളെയും കടിക്കാട് വാർഡിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടതും ബാക്കി ഭാഗങ്ങളെ ആറ്റുപുറം വാർഡ് അല്ലെങ്കിൽ ആൽത്തറ വാർഡിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടതുമാണ്. അതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ എൻക്വയറി വരുന്നത് അണ്ടത്തോട് സബ് രജിസ്ട്രാർക്കാണ്. നമ്മൾ ആവശ്യപ്പെട്ട പ്രകാരം കടിക്കാട് ദേശവുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിന്റെ സ്വാഗത സംഘ രൂപീകരണം കുന്നംകുളം താലൂക്ക് ഓഫീസിൽ ചേർന്നു. ഡിസംബർ 27 വെള്ളിയാഴ്ച കുന്നംകുളം ബദിനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നത്. തഹസിൽദാരുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ MLA AC മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സംഘാടക സമിതി രക്ഷാധികാരികളായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതകം വകുപ്പ് മന്ത്രി സുരേഷ് ഗോപി, ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ, ചെയർമാനായി AC മൊയ്തീൻ MLA, വൈസ് ചെയർമാനായി മുരളി പെരുന്നലി MLA, നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, കൺവീനറായി ഡെപ്യൂട്ടി കളക്ടർ ശാന്തകുമാരി, ജോയിന്റ് കൺവീനറായി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ AV വല്ലഭൻ, പത്മ വേണുഗോപാൽ, ജലീൽ ആദൂർ, കുന്നംകുളം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, കുന്നംകുളം താലൂക്ക് തഹസിൽദാർ OB ഹേമ എന്നിവരെയും 50-അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ഭൂമി സംബന്ധമായ വിഷയങ്ങൾ, സർട്ടിഫിക്കറ്റുകൾ, ലൈസൻസ് നൽകുന്നതിലെ കാലതാമസം, നിരസിക്കൽ, കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ടവ, വയോജന സംരക്ഷണം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള വിവിധ ആനുകൂല്യങ്ങൾ, റേഷൻ കാർഡ് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ തുടങ്ങി 20ഓളം വിഷയങ്ങളാണ് പരാതി പരിഹാര അദാലത്തിലേക്ക് ക്ഷണിക്കുന്നത്. ഇതിന്റെ വിപുലമായ പ്രചരണ പരിപാടികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വില്ലേജ് ഓഫീസുകൾ, മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ, മാധ്യമങ്ങൾ എന്നിവ വഴി നടത്തുന്നതിനും യോഗം തീരുമാനിച്ചു. CCTV ന്യൂസ്, കുന്നംകുളം. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പാതയോരങ്ങളിലും പ്രധാന ജംഗ്ഷനുകളിലും അനുമതിയില്ലാതെ സ്ഥാപിച്ച ബോർഡുകൾ, ബാനറുകൾ, കൊടിതോരണങ്ങൾ എന്നിവ നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. രാഷ്ട്രീയ കക്ഷികളും സ്വകാര്യ സംഘടനകളും വ്യക്തികളും അനധികൃതമായി സ്ഥാപിച്ച ബോർഡുകൾക്ക് ഒരെണ്ണത്തിന് 5000 രൂപ വീതം പിഴയും എടുത്തുമാറ്റാൻ വേണ്ടി വന്ന ചെലവും ബന്ധപ്പെട്ട ഭാരവാഹികളിൽ നിന്നും പഞ്ചായത്ത് ഈടാക്കും. ഇവർക്കെതിരെ പോലീസ് കേസും രജിസ്റ്റർ ചെയ്യുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 311.5 ഗ്രാം തൂക്കമുള്ള സ്വർണ്ണ നിവേദ്യ കിണ്ണം വഴിപാടായി ലഭിച്ചു. ചെന്നൈ അമ്പത്തൂർ സ്വദേശി MS പ്രസാദാണ് വഴിപാട് സമർപ്പണം നടത്തിയത്. 38.93 പവൻ തൂക്കം വരുന്ന സ്വർണ്ണക്കിണ്ണത്തിന് 25 ലക്ഷം രൂപയോളം വിലമതിക്കും. ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ ഏറ്റുവാങ്ങി സോപാനത്ത് സമർപ്പിച്ചു. ക്ഷേത്രം അസിസ്റ്റന്റ് മാനേജർ KK സുഭാഷും പ്രസാദിന്റെ കുടുംബാംഗങ്ങളും സന്നിഹിതരായിരുന്നു. വഴിപാടുകാർക്ക് ശ്രീ ഗുരുവായൂരപ്പന് ചാർത്തിയ കളഭം, പട്ട്, കദളിപ്പഴം, തിരുമുടിമാല, പഞ്ചസാര എന്നിവ അടങ്ങിയ പ്രസാദങ്ങൾ ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ നൽകി.
24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ഡിസംബർ 16, 17, 18 തീയതികളിൽ കേച്ചേരിയിൽ നടക്കുന്ന കുന്നംകുളം ഏരിയ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം CPM മഴുവഞ്ചേരി സെന്റർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വടംവലി മത്സരം സംഘടിപ്പിച്ചു. മഴുവഞ്ചേരി EMS നഗറിൽ നടന്ന മത്സരം ജില്ലാ കമ്മിറ്റി അംഗം M. ബാലാജി ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് സെക്രട്ടറി AV വില്യംസ് അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം MB പ്രവീൺ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ആൻസി വില്യംസ്, PB നൌഷാദ്, PS സന്ദീപ്, അനുബന്ധ പരിപാടി കൺവീനർ PT ടിറ്റോ എന്നിവർ സംസാരിച്ചു. ലോക്കൽ അതിർത്തിയിൽ നിന്നുള്ള വിവിധ ടീമുകൾ പങ്കെടുത്ത വാശിയേറിയ വടംവലി മത്സരത്തിൽ ആവേശം മഴുവഞ്ചേരി വിജയികളായി. മത്സര വിജയികൾക്കുള്ള ട്രോഫിയും ക്യാഷ് പ്രൈസും ഏരിയ കമ്മിറ്റി അംഗം MB പ്രവീൺ സമ്മാനിച്ചു. CPM മണലൂർ ഏരിയ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുരളി പെരുന്നെല്ലി MLA ഫുട്ബോൾ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം ആഷിഖ് വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി BR സന്തോഷ്, ചിറ്റാട്ടുകര സഹകരണ ബാങ്ക് പ്രസിഡന്റ് RA അബ്ദുൾ ഹക്കീം, KK മനോജ്, KB ബിജു, AS സതീഷ്, KS ഷിബു എന്നിവർ സംസാരിച്ചു. ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് മത്സര വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. ടൂർണമെന്റിൽ പൂവത്തൂർ ട്രെൻഡേഴ്സ് വിന്നേഴ്സ് ട്രോഫിക്കും SBK കവാലിയൻ റണ്ണേഴ്സ് ട്രോഫിക്കും അർഹരായി. ഡിസംബർ 20 മുതൽ 23 വരെ പാവർട്ടിയിലാണ് മണലൂർ ഏരിയ സമ്മേളനം നടക്കുന്നത്. ഗുരുവായൂർ അയ്യപ്പ ഭജന സംഘം തിരുവെങ്കിടം ദേശവിളക്കും അന്നദാനവും ഞായറാഴ്ച നടക്കും. തിരുവെങ്കിടാചലപതി ക്ഷേത്ര സന്നിധി കേന്ദ്രീകരിച്ചാണ് വിളക്കാഘോഷം. എരുമപ്പെട്ടി കരിയന്നൂരിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ഇരുചക്ര വാഹനങ്ങളും ഇലക്ട്രിക് പോസ്റ്റും ഇടിച്ചു തകർത്തു. കരിയന്നൂർ കുഞ്ഞിപ്പാപ്പ ജാറം പള്ളിക്ക് സമീപമാണ് അപകടമുണ്ടായത്. ആർക്കും പരിക്കില്ല. ആലത്തൂരിൽ നിന്നും ചാവക്കാട്ടേക്ക് ബോട്ടിൽ വെള്ളം സപ്ലൈക്ക് പോവുകയായിരുന്നു പിക്കപ്പ് വാൻ. കരിയന്നൂരിലെ ഇറക്കത്തിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട പിക്കപ്പ് വാൻ റോഡരികിലേക്ക് ഇറങ്ങി നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിലും ബൈക്കിലും ഇടിച്ച് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് നിൽക്കുകയായിരുന്നു. ഇലക്ട്രിക് പോസ്റ്റ് കടപൊട്ടി വീണു. ഗുഡ്സ് വാഹനത്തിനും പോസ്റ്റിനും ഇടയിൽപ്പെട്ട ബൈക്ക് പൂർണ്ണമായും തകർന്നു. സ്കൂട്ടറിനും ഗുഡ്സ് വാഹനത്തിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. കവിയും ഗസൽ രചയിതാവുമായ കരീം അരിയന്നൂരിന്റെ രണ്ടാമത്തെ കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം നടന്നു. കൂനമുച്ചി കലാ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സൂഫിയാന എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം പ്രശസ്ത കവിയും നോവലിസ്റ്റുമായ പ്രൊഫസർ വിജി തമ്പി നിർവഹിച്ചു. ശ്രീകൃഷ്ണ കോളേജിലെ മുൻ അധ്യാപിക പ്രൊഫസർ M. ചന്ദ്രമണി ടീച്ചർ കവിതാ സമാഹാരം ഏറ്റുവാങ്ങി. കവി എടപ്പാൾ C. സുബ്രഹ്മണ്യൻ അധ്യക്ഷനായിരുന്നു. പ്രസാദ് കാക്കശ്ശേരി പുസ്തക പരിചയം നടത്തി. ശ്രവ്യമാധ്യമം കവിത, കഫേ കവിത രത്നം പുരസ്കാരങ്ങളും വിതരണവും ചടങ്ങിൽ നടന്നു. കേരളത്തിലെ പ്രമുഖ കവികളും സാംസ്കാരിക പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. പുസ്തക രചയിതാവ് കരീം അരിയന്നൂർ മറുപടി പ്രസംഗം നടത്തി. 100-ലധികം കവിതകൾ ഉൾപ്പെടുത്തിയ കവിതാ സമാഹാരം പായൽ പബ്ലിക്കേഷൻസ് ആണ് പുറത്തിറക്കിയത്. പോലീസ് പിടിച്ചെടുത്ത് വഴിയരികിലെ വീട്ടിൽ പാർക്ക് ചെയ്ത ബൈക്ക് 1 വർഷത്തോളമായിട്ടും മാറ്റിയില്ലെന്ന് പരാതി. അക്കിക്കാവ് കൂട്ടുമുച്ചിക്കൽ സലീമിന്റെ വീട്ടിലാണ് ബൈക്ക് ഇരിക്കുന്നത്. ബൈക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് പലതവണ പോലീസിനെ വിളിക്കുകയും സ്റ്റേഷനിൽ ചെന്ന് അപേക്ഷിക്കുകയും ചെയ്തെങ്കിലും ഫലമുണ്ടായില്ലെന്നാണ് പരാതി. 2024 ജനുവരി 13 പരുവക്കുന്ന് ഫെസ്റ്റ് നടക്കുമ്പോൾ പോലീസിന്റെ മുൻപിൽ നിയമലംഘനം നടത്തിയതിനാണ് ബൈക്ക് പിടിച്ചെടുത്തത്. റോഡിൽ വലിയ തിരക്കായതിനാൽ അക്കിക്കാവ് സെന്ററിലുള്ള വീടിന്റെ മുറ്റത്തേക്ക് കയറ്റിവെക്കുകയായിരുന്നു. SI അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അപ്പോൾ ഉണ്ടായിരുന്നു എന്ന് സലീം പറയുന്നു. മാസങ്ങൾക്ക് ശേഷവും ബൈക്ക് എടുക്കാൻ ആരും എത്താതിരുന്നതോടെ സലീം പലവട്ടം സ്റ്റേഷനിൽ വിളിച്ചു. എന്നിട്ടും ബലമില്ലാതായപ്പോൾ നേരിട്ട് ചെന്ന് അറിയിച്ചു. ഒരിക്കൽ അപേക്ഷ രൂപത്തിൽ എഴുതി നൽകുകയും ചെയ്തു. സ്റ്റേഷനിലെത്തിയെങ്കിലും ഉയർന്ന ഉദ്യോഗസ്ഥരെ കണ്ട് വിവരം പറയാൻ അവസരം നൽകിയിരുന്നില്ല. എല്ലാം ശരിയാക്കാം എന്ന മറുപടിയാണ് സ്റ്റേഷൻ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവർ പറഞ്ഞത്. പെട്ടെന്ന് കാര്യം നടക്കണമെങ്കിൽ ഒരു ലോറിയിൽ ബൈക്ക് കയറ്റി ഇവിടെ എത്തിച്ചാൽ മതിയെന്ന് ഒരു ഉദ്യോഗസ്ഥൻ ഉപദേശിക്കുകയും ചെയ്തു. ചെറിയ വീടിനോട് ചേർന്നുള്ള മുറ്റത്താണ് ബൈക്ക് ഇപ്പോൾ ഉള്ളത്. ബൈക്ക് പിടിച്ചെടുത്തതിന്റെ കേസ് എന്താണെന്ന് വീട്ടുകാർക്കും വ്യക്തമല്ല. വീടിന്റെ നവീകരണം നടത്താൻ പദ്ധതിയിട്ടിരിക്കുന്ന സലീമിന് ഈ ബൈക്ക് ഇപ്പോൾ പൊല്ലാപ്പായി മാറിയിരിക്കുകയാണ്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. 2 ദിവസങ്ങളിലായി നടക്കുന്ന ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന മെമ്പേഴ്സ് മീറ്റിന് പെരുമ്പിലാവ് അൻസാർ സ്കൂളിൽ തുടക്കമായി. രാവിലെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് തമന്ന സുൽത്താന പതാക ഉയർത്തിക്കൊണ്ട് ആരംഭിച്ച മീറ്റ് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി T. ഷാക്കിർ വേളം ഉദ്ഘാടനം ചെയ്തു. GIO സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് തമന്ന സുൽത്താന അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുഹാന അബ്ദുൽ ലത്തീഫ് സ്വാഗതവും സംസ്ഥാന കൌൺസിൽ അംഗം ഷംന മഠത്തിൽ നന്ദിയും പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് MA ആദം മൗലവി, വനിതാ വിഭാഗം പ്രസിഡന്റ് ഹുദാബി ടീച്ചർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സംസ്ഥാന ജില്ലാ ജനറൽ സെക്രട്ടറിമാർ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. 2025-26 മീഖാത്തിലേക്കുള്ള പുതിയ ഭാരവാഹികളെ ഞായറാഴ്ച പ്രഖ്യാപിക്കും.
കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച കേരളോത്സവം 2024 സമാപിച്ചു. കലാകായിക മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനദാനം നടത്തി. ഗ്രാമപഞ്ചായത്ത് EK നായനാർ സ്മാരക കോൺഫറൻസ് ഹാളിൽ നടന്ന സമ്മാന വിതരണ ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റെനീഷ് അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PK അസീസ്, രാജി വേണു, AA കൃഷ്ണൻ, സബീന റിറ്റോ, അഡ്വക്കേറ്റ് PV നിവാസ്, ജയൻ പാണ്ഡിയത്ത്, രമ ബാബു, ശരത് രാമനുണ്ണി, KK ജയന്തി, ഷീബ ചന്ദ്രൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ പുഷ്പലത സുധാകരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ആന്റോ തുടങ്ങിയവർ സംബന്ധിച്ചു. കേരളോത്സവത്തിൽ കണ്ടാണശ്ശേരി റെഡ് ആർമി ഓവറോൾ കിരീടം നേടി. CPM ചാവക്കാട് ഏരിയ സെക്രട്ടറിയായി TT ശിവദാസിനെ വീണ്ടും തെരഞ്ഞെടുത്തു. അണ്ടത്തോട് നടക്കുന്ന ഏരിയ സമ്മേളനമാണ് TT ശിവദാസിനെ വീണ്ടും ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. ഗുരുവായൂർ റെയിൽവേ വികസനം യാഥാർത്ഥ്യമാക്കണമെന്നും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടക കേന്ദ്രമായ ഗുരുവായൂരിലെ റെയിൽവേ വികസനവും വടക്കോട്ടുള്ള റെയിൽപാതയും യാഥാർത്ഥ്യമാക്കണമെന്ന് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. ദശകങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന വടക്കോട്ടുള്ള റെയിൽപാതയ്ക്ക് ആവശ്യമായ തുക മാറ്റിവെക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. ഗുരുവായൂർ നഗരസഭ പുന്നയൂർ-പുന്നയൂർകുളം, വടക്കേക്കാട് പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന കുട്ടാടൻ പാടശേഖരം പൂർണ്ണമായും കൃഷിയോഗ്യമാക്കുക. കടൽ തീരം, കായലുകൾ, ഉപ്പുങ്ങൽക്കടവ് തുടങ്ങിയവയെ കൂട്ടിച്ചേർക്കുന്ന വിധത്തിൽ പ്രാദേശിക ഫാം ടൂറിസം വികസിപ്പിക്കുക. KSRTCയുടെ പുതിയ ബജറ്റ് ടൂർ പദ്ധതിയിൽ ഗുരുവായൂർ മേഖലയെ കൂടി ഉൾപ്പെടുത്തുക എന്നീ പ്രമേയങ്ങളും സമ്മേളനം അംഗീകരിച്ചു. പൊതുചർച്ചയിൽ പ്രവർത്തന റിപ്പോർട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV അബ്ദുൽ ഖാദറും സംഘടനാ റിപ്പോർട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുരളി പെരുന്നെല്ലിയും അവതരിപ്പിച്ചു. തുടർന്ന് അണ്ടത്തോട് സെന്ററിൽ നടന്ന യോഗം KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ഗായകൻ അലോഷി ആഡംസ് ഗാനാവതരണം നടത്തി. അണ്ടത്തോട് സെന്ററിൽ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ബഹുജന റാലി, റെഡ് വളണ്ടിയർ മാർച്ച്, പൊതുസമ്മേളനം എന്നിവയോടെ 4 ദിവസങ്ങളിലായി നടക്കുന്ന ഏരിയ സമ്മേളനത്തിന് സമാപനം കുറിക്കും. പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ ഉദ്ഘാടനം ചെയ്യും. CCTV ന്യൂസ്, പുന്നയൂർകുളം. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായുള്ള ഫുട്ബോൾ മത്സരങ്ങൾ വേലൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. ആദ്യ മത്സരത്തിൽ വേലൂരും കടവല്ലൂരും ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞതിനെ തുടർന്ന് നടന്ന പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 1-3 ഗോളുകൾക്ക് കടവല്ലൂർ വിജയിച്ചു. ഫൈനലിൽ ചൂണ്ടൽ കടവല്ലൂരുമായി ഏറ്റുമുട്ടി എതിരില്ലാത്ത 2 ഗോളുകൾക്ക് വിജയിച്ച് കടവല്ലൂർ കിരീടം നേടി. ഫുട്ബോൾ മത്സരങ്ങളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സപ്ന റഷീദ്, KK മണി, കണ്ടാണശ്ശേരി പഞ്ചായത്ത് അംഗം അസീസ്, കാട്ടകമ്പാൽ പഞ്ചായത്ത് അംഗം യദു തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് അങ്ങാടിത്താഴം മുർഷിദുൽ അനാം മദ്രസയുടെ നവീകരിച്ച കെട്ടിടം മഹല്ല് ഖത്തീബ് ഹാജി KM ഉമർ ഫൈസി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ കാളിയത്ത് അധ്യക്ഷത വഹിച്ചു. മഹല്ല് ജനറൽ സെക്രട്ടറി നൌഷാദ് അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. മദ്രസ കമ്മിറ്റി സെക്രട്ടറി ഷംസുദ്ദീൻ, സദർ മുഅല്ലിം പൈലിപ്പുറം അബൂബക്കർ മുസ്ലിയാർ, ഷംസുദ്ദീൻ NK, നാസർ കോളാടി, ഹബീബ് NK, അനീഷ് പാലയൂർ, നൌഷാദ് നെടുപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. മദ്രസ കമ്മിറ്റി പ്രസിഡന്റ് സാലി കാളിയത്ത് സ്വാഗതവും സെക്രട്ടറി ഷജീർ അങ്ങാടി നന്ദിയും പറഞ്ഞു. പുന്നയൂർകുളം മന്ദലാങ്കുന്ന് മഹല്ല് മജ്ലിസുന്നൂർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മജ്ലിസുന്നൂർ ആത്മീയ സംഗമം നടത്തി. മന്ദലാങ്കുന്ന് ഷൈഖുൽ ഹൽറമി നഗറിൽ മഹല്ല് ഖത്തീബ് ഉസ്താദ് നിസാർ അഹ്സനി ഉദ്ഘാടനം ചെയ്തു. ബ്ലാങ്ങാട് മഹല്ല് ഖത്തീബ് ഷിഹാബ് ബാഖവി മുഖ്യപ്രഭാഷണം നടത്തി. മഹല്ല് പ്രസിഡന്റ് AM അലാവുദ്ദീന്റെ അധ്യക്ഷതയിൽ അൻവർ ഉസ്താദ് പ്രാർത്ഥന നടത്തി. മജ്ലിസുന്നൂർ കമ്മിറ്റി ചെയർമാൻ KK ഇസ്മായിൽ സംസാരിച്ചു. മജ്ലിസുന്നൂർ കമ്മിറ്റി കൺവീനർ TK ഖാദർ സ്വാഗതവും മഹല്ല് സെക്രട്ടറി MK അബൂബക്കർ ഹാജി നന്ദിയും പറഞ്ഞു. മഹല്ലിന്റെ കീഴിൽ നടത്തിവരുന്ന ഡിജിറ്റൽ സ്മാർട്ട് സെൻസസിന് മഹൽ നിവാസികൾ സഹകരിക്കണമെന്ന് സെക്രട്ടറി പറഞ്ഞു. അസിസ്റ്റന്റ് ഖത്തീബ് വാഹിദ് ബാഖവി മജ്ലിസുന്നൂറിന് നേതൃത്വം നൽകി. സുലൈമാൻ ഹാജി, M ഹനീഫ, സൈദാലി, TK ഹുസൈൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തലക്കോട്ടുകര അസീസി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ആഘോഷം നടത്തി. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിലിന്റെ സാന്നിധ്യത്തിൽ കേക്ക് മുറിച്ചാണ് ആഘോഷം നടത്തിയത്. പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ ശേഖരിച്ച നിത്യോപയോഗ സാധനങ്ങളും പുതപ്പുകളും അർഹരായവർക്ക് കൈമാറി. ചൂണ്ടൽ VOമാരായ ലിജി EP, പ്രിയ U, പഞ്ചായത്ത് അംഗങ്ങളായ പ്രജീഷ്, ശ്രീജിത് കുമാർ, അഞ്ജു പ്രേമ എന്നിവർ പങ്കെടുത്തു. പ്രിൻസിപ്പൽ സിസ്റ്റർ ഷാൻഡി ജോസഫ്, കോർഡിനേറ്റർമാരായ KT ജോഷി, റോസ്മണി ജോർജ്, മറ്റ് അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. RSS മുൻ തൃശൂർ ജില്ലാ കാര്യവാഹകായിരുന്ന ചെറുതുരുത്തി മേൽവീട്ടിൽ ശങ്കരൻ മകൻ രാഘവൻ മാസ്റ്റർ അന്തരിച്ചു. ചെറുതുരുത്തിയിൽ RSS പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ MS രാഘവൻ BJP സംസ്ഥാന കമ്മിറ്റി അംഗം, ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ പ്രസിഡന്റ്, പേരാമംഗലം ശ്രീ ദുർഗാവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ സെക്രട്ടറി തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്.
ചേലക്കര കുറുമല LP സ്കൂളിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ച് തുടർന്ന് 30 വർഷം ചെറുതുരുത്തി പള്ളിക്കൽ UP സ്കൂളിൽ അധ്യാപകനായിരുന്നു. ഹെഡ്മാസ്റ്ററായി ജോലിയിൽ നിന്നും വിരമിച്ചു. തങ്കമണിയാണ് ഭാര്യ. ഉദയൻ, ലളിത എന്നിവർ സഹോദരങ്ങളാണ്. സംസ്കാരം ഞായറാഴ്ച രാവിലെ 11-ന് ചെറുതുരുത്തിയിലെ സ്വവസതിയിൽ നടക്കും. പയ്യൂർക്കാവ് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക ആഘോഷിച്ചു. രാവിലെ നട തുറന്നതിനു ശേഷം നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, ഉഷപൂജ, നാഗപൂജ, ഉച്ചപൂജ എന്നിവ നടന്നു. തുടർന്ന് ഭക്തജനങ്ങൾക്കായി അന്നദാനവും ഉണ്ടായിരുന്നു. വൈകിട്ട് 5-ന് നട തുറന്ന ശേഷം 6 മണിക്ക് കാർത്തിക വിളക്കും തുടർന്ന് കേളിയും ദീപാരാധനയും നടന്നു. 6:30-ന് കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ തന്ത്രിപൂജയും ഉണ്ടായി. ക്ഷേത്രം ചടങ്ങുകൾക്ക് ശാന്തി രാജൻ തിരുമേനി കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളായ സുധാകരൻ പാലിയത്ത്, P. ബൈജു, C. സജീവ്, CV. പ്രജനീഷ്, K. ജയരാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ OP ബ്ലോക്കിലെത്താൻ സുരക്ഷിതമായ വഴിയില്ലാത്തത് അവശരായ രോഗികളെ വലയ്ക്കുന്നു. പുതിയ കെട്ടിട നിർമ്മാണം നടത്തിയപ്പോഴാണ് OP ബ്ലോക്കിലേക്ക് വാഹനങ്ങൾ വന്നിരുന്ന വഴി തടസ്സപ്പെട്ടത്. OP ബ്ലോക്കിലെത്താൻ നടന്നു കയറാവുന്ന വീതി കുറഞ്ഞ പടികളുള്ള വഴിയാണ് നിലവിലുള്ളത്. അവശരായ രോഗികളെയും അപകടങ്ങളിൽപ്പെടുന്നവരെയും ചുമന്നുകൊണ്ടാണ് പരിശോധനയ്ക്കായി OPയിൽ എത്തിക്കുന്നത്. വീൽചെയറിലിരുത്തി ചെരുവുള്ള നടപ്പാതയിലൂടെ കൊണ്ടുപോകുവാനും 3-4 പേർ വേണമെന്ന അവസ്ഥയാണുള്ളത്. ആശുപത്രിയുടെ പിൻവശത്തെ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുവാൻ ടിപ്പർ ലോറികൾക്ക് സഞ്ചരിക്കുന്നതിനായി ഉയരം കൂടിയ മൺതിട്ട ഇടിച്ചു നിരത്തി താൽക്കാലിക വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലൂടെ ഓട്ടോറിക്ഷ പോലുള്ള ചെറുവാഹനങ്ങളിൽ രോഗികളെ സാഹസികമായി OPയിൽ എത്തിക്കുവാൻ ശ്രമിക്കാറുണ്ടെങ്കിലും വാഹനങ്ങൾ മൺതിട്ടയിൽ കുടുങ്ങി അപകടാവസ്ഥയുണ്ടാകാറുണ്ട്. ആശുപത്രിയിലെ പുതിയ ബഹുനില കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. പഴയ കെട്ടിടം പൊളിച്ചു നീക്കിയ സ്ഥലത്ത് വഴിയും പാർക്കിംഗ് ഏരിയയും ഒരുക്കുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു. നിലവിലെ OP ബ്ലോക്കിലെത്താൻ സുരക്ഷിതമായ വഴിയൊരുക്കണമെന്ന് ഇവിടെയെത്തുന്നവർ ആവശ്യപ്പെടുന്നു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച നടപടി പുനഃപരിശോധിക്കണമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഗുരുവായൂർ പൂക്കോട് യൂണിറ്റ് സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തയ്യൽ തൊഴിലാളികൾക്ക് ESI അനുവദിക്കണമെന്നും സമ്മേളനത്തിൽ ആവശ്യമുയർന്നു. തമ്പുരാൻപടി വായനശാല ഹാളിൽ നടന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ എടവിലങ്ങ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സുനിത ബാബു അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ഷൈമ രവീന്ദ്രൻ, PV വിനീത, സിമി സൈമൺ, CV മീന, സുനിത ബാബു, ലിസി ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡിസംബർ 7 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിലായി നടന്ന സായുധ സേനാ വാരാചരണത്തിന്റെ ഭാഗമായുള്ള സെമിനാറുകൾക്ക് സമാപനമായി. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജുവിന്റെ നേതൃത്വത്തിലാണ് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച സായുധസേനാ ദിന ബോധവൽക്കരണ സെമിനാറുകൾ സംഘടിപ്പിച്ചത്. മറ്റം സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിൽ പ്രധാനാധ്യാപിക CT കൊച്ചുത്രേസ്യ, കണ്ടാണിശ്ശേരി എക്സൽസിയർ LP സ്കൂളിൽ പ്രധാനാധ്യാപിക CK ലില്ലി, ആളൂർ സെന്റ് ജോസഫ് സ്കൂളിൽ പ്രധാനാധ്യാപിക TL ലീന, കണ്ടാണിശ്ശേരി MSM UP സ്കൂളിൽ പ്രധാനാധ്യാപിക BN സിന്ധു, ഗുരുവായൂർ ശ്രീഗോകുലം പബ്ലിക് സ്കൂളിൽ പ്രിൻസിപ്പാൾ KP ശ്രീജിത്ത് എന്നിവർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ BC ബീജ, മോണിക്ക തോമസ്, VP ധന്യ, ലീമ റോസ്, ഷിജി പോൾസൺ എന്നിവർ യഥാക്രമം സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംഘടിപ്പിച്ച സെമിനാറുകൾക്ക് നേതൃത്വം നൽകി. സെമിനാറിന് ശേഷം രാജ്യരക്ഷാ പ്രതിജ്ഞയും സായുധസേനാ ദിന സ്റ്റാമ്പ് വിതരണവും നടന്നു. സെമിനാർ നടന്ന വിദ്യാലയങ്ങളിൽ ഉപജില്ലാ മത്സരങ്ങളിലെ വിജയികളായ വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ സമ്മാനമായി നൽകിയാണ് സായുധസേനാ വാരാചരണം സംഘടിപ്പിച്ചത്. CCTV ന്യൂസ്, കേച്ചേരി. ചാവക്കാട് ബ്ലാങ്ങാട് ശ്രീ കല്ലുങ്ങൽ ഭഗവതി ക്ഷേത്രത്തിൽ ത്രികാല ഭഗവത് സേവയും ലളിത സഹസ്രനാമജപവും നടന്നു. ക്ഷേത്രം ശാന്തിമാരായ കണ്ണൻ, ലാലൻ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ രാവിലെ ഗണപതി ഹോമത്തോടെ ആരംഭിച്ച ദീപാരാധനയോടെ ചടങ്ങുകൾ സമാപിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ ചക്കാണ്ടൻ ശിവദാസൻ, പയ്യപ്പുള്ളി സുധാകരൻ, പെരിങ്ങാട്ട് സുധീർ, പൂക്കാട്ട് സജീവൻ, തളിച്ചേത്ത് സുഗു, തെക്ക് വടക്കുഭാഗം ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചൂണ്ടൽ പഞ്ചായത്തിലെ അങ്കണവാടികളിൽ നിന്നുള്ള കുരുന്നുകൾക്കായി കലോത്സവം സംഘടിപ്പിച്ചു. മിന്നാമിന്നിക്കൂട്ടം എന്ന പേരിൽ കേച്ചേരി സിറ്റി മഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ഹസലുൽ ബന്ന അധ്യക്ഷനായി. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജുലറ്റ് വിനു, പഞ്ചായത്ത് അംഗങ്ങളായ VP ലീല, നാൻസി ആന്റണി, മാഗി ജോൺസൺ, ആന്റോപോൾ, KT ബാലകൃഷ്ണൻ, TP പ്രജീഷ്, ICDS ഓഫീസർ ഷൈനി, ആസൂത്രണ സമിതി അംഗം വത്സൻ പാറന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് പരിധിയിലെ 30 അങ്കണവാടികളിൽ നിന്നായി 300-ലേറെ കുരുന്നുകൾ പങ്കെടുത്തു. പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണത്തോടെ കലാമേള സമാപിച്ചു.
ചിറ്റണ്ട കാർത്തിയേനി ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവം വർണ്ണാഭമായി. രാവിലെ പള്ളി ഉണർത്തൽ, അഭിഷേകം, ഉഷപൂജ, പ്രഭാതപൂജ, നവകം, പഞ്ചഗവ്യം, കലശമാടൽ, ഉച്ചപൂജ എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. ഉച്ചയ്ക്ക് 1 മണിക്ക് ഗജവീരന്മാരോടുകൂടിയ എഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, മേളം, നടക്കൽ പറ എന്നിവ നടന്നു. തുടർന്ന് വിവിധ പൂരാഘോഷ കമ്മിറ്റിയുടെ ആഘോഷങ്ങളും അരങ്ങേറി. തുടർന്ന് ദീപാരാധന, നെയ്വിളക്ക്, ഡബിൾ തായമ്പക, പഞ്ചവാദ്യം, മേളം എന്നിവയും ഗജവീരന്മാരുടെ കൂട്ടിയെഴുന്നള്ളിപ്പും നടന്നു. പ്രസിഡന്റ് PS സുഭാഷ്, സെക്രട്ടറി TA ഉണ്ണികൃഷ്ണൻ തുടങ്ങിയ കമ്മിറ്റി അംഗങ്ങളും മാതൃസമിതി അംഗങ്ങളും ആഘോഷത്തിന് നേതൃത്വം നൽകി. വെള്ളിത്തിരുത്തി ചിറ്റിലാങ്ങാട് പുറമല അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ അയ്യപ്പ ഭാഗവത ത്രയാഹവും 18-ാം പടി സമർപ്പണ ചടങ്ങുകൾക്കും തുടക്കമായി. ഡിസംബർ 12 മുതൽ 15 വരെയാണ് അയ്യപ്പ ഭാഗവത ത്രയാഹവും 18-ാം പടി സമർപ്പണവും നടക്കുന്നത്. 1-ാം ദിവസമായ വ്യാഴാഴ്ച യജ്ഞശാലയിലേക്കുള്ള അയ്യപ്പ വിഗ്രഹം ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നിന്നും അലങ്കരിച്ച വാഹനത്തിൽ ഇയാൾ കാർത്തിയേനി ദേവീക്ഷേത്ര സന്നിധിയിലെത്തി. വൈകിട്ട് 4:30 വാദ്യമേളങ്ങളോടും താലപ്പൊലിയുടെയും അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ച് 18-ാം പടിയുടെ താഴ്വാരത്തെത്തി യജ്ഞാചാര്യന്മാരെ പൂർണ്ണകുംഭം കൊടുത്ത് സ്വീകരിച്ച് പ്രദക്ഷിണം വെച്ച് യജ്ഞശാലയിൽ എത്തിച്ചേർന്നു. തുടർന്ന് ക്ഷേത്രം തന്ത്രി CK കരുണാകരൻ, യുവപ്രഭാഷകനും എഴുത്തുകാരനുമായ വ്യാസൻ PM തുടങ്ങിയവർ ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് യജ്ഞമണ്ഡപത്തിൽ വിഗ്രഹപ്രതിഷ്ഠയും ശേഷം ദീപാരാധന, ഗ്രന്ഥസമർപ്പണവും നടന്നു. മഹാത്മ്യ പ്രഭാഷണത്തിന് യുവപ്രഭാഷകനും എഴുത്തുകാരനുമായ PM വ്യാസനും, ആധ്യാത്മിക പ്രഭാഷണത്തിന് യജ്ഞാചാര്യൻ തുറവൂർ സുധീഷ് എന്നിവർ നേതൃത്വം നൽകി. വെള്ളിയാഴ്ച ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. ശനിയാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം മഹാമൃത്യുഞ്ജയ ഹോമവും തുടർന്ന് പ്രഭാഷണം, അന്നദാനം എന്നിവയും നടന്നു. പാരായണ തുടർച്ച, പടിപൂജയുടെ ശുദ്ധിക്രിയകളും നടക്കും. വൈകിട്ട് 5:30 ശനീശ്വര പൂജയും ആഴിപൂജയ്ക്ക് ശേഷം ദീപാരാധനയും 7:30 18-ാം പടിയുടെ പൂജ, പ്രഭാഷണം, ഭജന, മംഗളാരതി എന്നിവ നടക്കും. ഞായറാഴ്ച അഷ്ടദ്രവ്യ ഗണപതി ഹോമം, സമൂഹ സഹസ്രനാമാർച്ചന, പാരായണം തുടർച്ച, ശബരിമല ദർശനപുണ്യം നുകർന്ന് ഇരുമുടി കെട്ടുമേന്തി ഭക്തജനങ്ങൾ 18-ാം പടി കയറി തിരുസന്നിധാനത്തിലെത്തി നെയ്യഭിഷേകം, തുടർന്ന് അഷ്ടാഭിഷേകം, പുഷ്പാഭിഷേകം, ഉച്ചപൂജ, മംഗളാരതി, മഹാ അന്നദാനം ആചാര്യ ദക്ഷിണയോടുകൂടി സമാപിക്കും. 7 ദിവസത്തെ വ്രതശുദ്ധിയോടുകൂടി 15-ാം തീയതി ഞായറാഴ്ച എല്ലാ ഭക്തജനങ്ങൾക്കും ഇരുമുടിക്കെട്ടു നിറച്ച് 18-ാം പടി കയറി അയ്യപ്പ ദർശനം ചെയ്ത് നെയ്യഭിഷേകം ചെയ്യുവാനും ശേഷം വരുന്ന നാളികേരം ആഴിയിൽ സമർപ്പിക്കാവുന്നതുമാണ് എന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. CCTV ന്യൂസ്, വേലൂർ. എരുമപ്പെട്ടി കുട്ടഞ്ചേരി ആലിക്കൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ദേശവിളക്കും ഗോളക സമർപ്പണവും നടന്നു. ക്ഷേത്രം തന്ത്രി ഈക്കാട്ടുമനക്കൽ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അയ്യപ്പസ്വാമിക്ക് ഗോളക, പടിപ്പുര, ഓടുവിരിച്ച തിരുമുറ്റം എന്നിവയുടെ സമർപ്പണം നടന്നു. മേൽശാന്തി രാജീവ് പഴവൂർ വിശേഷാൽ പൂജകൾക്ക് നേതൃത്വം നൽകി. വൈകിട്ട് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഉടുക്കുപാട്ടിന്റെയും താലമെടുത്ത മാളികപ്പുറങ്ങളുടെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് വിളക്കുപന്തലിൽ എത്തിച്ചേർന്നു. കുട്ടഞ്ചേരി അയ്യപ്പ സേവാ സംഘത്തിലെ സതീശനും സംഘവും വിളക്ക് യോഗത്തിന് നേതൃത്വം നൽകി. പുന്നീർ കുമരങ്കോട് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവത്തിന്റെ ഭാഗമായി ദീപോത്സവം നടത്തി. ഇതിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളുണ്ടായി. ഗണപതി ഹോമം, അഭിഷേകങ്ങൾ, നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി എന്നിവയുമുണ്ടായി. പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി അണ്ടലാടി മന കുട്ടൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടത്തിയ ദീപോത്സവത്തിൽ ആദ്യ ദീപം പട്ടണത്ത് സോമൻ ഗുരുസ്വാമികൾ പ്രോജ്വലനം നടത്തി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പ്രസാദ വിതരണവും ഉണ്ടായിരുന്നു. ഗുരുവായൂർ കോട്ടപ്പടി ഭജന സമിതിയുടെ ഭജനയും നടന്നു. ആഘോഷങ്ങൾക്ക് ക്ഷേത്രം സെക്രട്ടറി രജീഷ് എളയോടത്ത്, മാതൃസമിതി പ്രസിഡന്റ് പുഷ്പ ചന്ദ്രൻ, അമ്മു കുഞ്ഞൻ, സജിത ചന്ദ്രൻ, വത്സലൻ പുന്നയൂർ, മറ്റ് സമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ 37-ാം മഹാസുവിശേഷ യോഗത്തിന് കടവല്ലൂർ കല്ലുംപുറം സെന്റ് ജോർജ് പള്ളി പാരിഷ് ഹാളിൽ തുടക്കമായി. ഒരു സഭയുടെ ശക്തി എന്നത് പുരോഹിതവർഗം മാത്രമാണെന്ന് കരുതരുകയോ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്ന ഒരു വിശ്വാസ സമൂഹമാണ് യഥാർത്ഥത്തിലെ സഭയുടെ ബലം. നമുക്ക് തീർച്ചയായും പ്രാർത്ഥിക്കുന്നവരാകാം. പ്രാർത്ഥനയ്ക്കും യാമ നമസ്കാരങ്ങൾക്കും നോമ്പിനും ഉപവാസത്തിനും വചന വായനയ്ക്കും മനനത്തിനുമെല്ലാം പ്രാധാന്യം കൊടുക്കും. വെള്ളിയാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം സഭ ഗായക സംഘത്തിന്റെ ഗാന ശുശ്രൂഷയോടെ ആരംഭിച്ച സുവിശേഷ യോഗത്തിന്റെ ഉദ്ഘാടനം സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത നിർവഹിച്ചു.
വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി നടക്കുന്ന സുവിശേഷ യോഗത്തിൽ സന്ധ്യാപ്രാർത്ഥന, സഭാസംഘത്തിന്റെ ഗാനശുശ്രൂഷ, വചന ശുശ്രൂഷ, കുടുംബസംഗമം, വിശുദ്ധ കുർബാന, വനിതാ സമാജം ക്യാമ്പ് എന്നിവ നടക്കും. ഷാജി തോമസ് ചാത്തന്നൂർ, റവറൻ ജേക്കബ് മഞ്ഞളി, ജോൺ ടി വർഗീസ് കുളക്കട എന്നിവർ വിവിധ ദിവസങ്ങളിൽ വചന പ്രഘോഷണം നടത്തും. സുവിശേഷ സംഘം വൈസ് പ്രസിഡന്റ് ഫാദർ വർഗീസ് വാഴപ്പിള്ളി, സഭ ആത്മായ ട്രസ്റ്റി ഗീവർ മാണി, ട്രസ്റ്റി ബിനോയ് മാത്യു, വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ, ഫാദർ CM ഫിലിപ്പോസ്, ഫാദർ അപ്രേം അന്തിക്കാട്, ഫാദർ ഗീവർഗീസ് ചെമ്മണൂർ, ഫാദർ പ്രിൻസൈ കോലാടി, ഫാദർ മൈക്കിൾ ഗീവർഗീസ്, പ്രോഗ്രാം കൺവീനർ CP ഡേവിഡ്, സുവിശേഷ സംഘം സെക്രട്ടറി ഫാദർ സ്കറിയാചീരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. CCTV ന്യൂസ് പെരുമ്പിലാവ്. കേരളത്തിലെ വൈദ്യുതി ഉപഭോക്താക്കൾക്കുമേൽ അടിച്ചേൽപ്പിച്ച വൈദ്യുതി നിരക്കിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൂട്ട് കത്തിച്ച് പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. മറ്റം സെന്ററിൽ നടന്ന പ്രതിഷേധ യോഗം മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റൂബി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് മീര ജോസ് അധ്യക്ഷയായി. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ സുനിത രാജു, ഷെമീറ ഖദർമോൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ സിന്ധു രവീന്ദ്രൻ, റംല മജീദ്, ധന്യ സിബിൽ എന്നിവർ സംസാരിച്ചു. പ്രതിഷേധ പ്രകടനത്തിന് മഹിളാ കോൺഗ്രസ് നേതാക്കളായ സെബീന റിറ്റോ, വിജയ ശശിധരൻ, സുനിത ഹരിദാസ്, ജോയ്സി ജസ്റ്റിൻ, അമിലിനി സുബ്രഹ്മണ്യൻ, അൽഫോൺസ ഗ്രേസൺ എന്നിവർ നേതൃത്വം നൽകി. കേരള ജേർണലിസ്റ്റ് യൂണിയൻ കുന്നംകുളം മേഖലാ സമ്മേളനം നടന്നു. മേഖലാ പ്രസിഡന്റ് ജയപ്രകാശ് ഇലവന്ത്രയുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് അജീഷ് കർക്കടത്ത് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി ജോസ്, വൈസ് പ്രസിഡന്റ് സുന്ദർലാൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ചർച്ചയിൽ പുതിയ ഭാരവാഹികളായി ജോസ് മാളിയേക്കലിനെ പ്രസിഡന്റായും KA വാസു മാസ്റ്ററെ സെക്രട്ടറിയായും PS പ്രദീപിനെ ട്രഷററായും 5 അംഗ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. ഡിസംബർ 27-ന് നാട്ടികയിൽ വെച്ച് നടക്കുന്ന ജില്ലാ സമ്മേളനം വൻ വിജയമാക്കാനും പുതിയതായി സംഘടനയിൽ ചേർന്നവരടക്കമുള്ളവർക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണം നടത്തുവാനും തീരുമാനിച്ചു. മുൻ സെക്രട്ടറി അജ്മൽ യോഗത്തിന് സ്വാഗതവും പ്രസിഡന്റ് ജോസ് മാളിയേക്കൽ നന്ദിയും പറഞ്ഞു. വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി അഡ്വക്കേറ്റ് KS നിസാറിനെയും ജനറൽ സെക്രട്ടറിമാരായി ഉമൈറ KS, റഖീബ് K തറയിൽ എന്നിവരെയും തെരഞ്ഞെടുത്തതായി ഭാരവാഹികൾ അറിയിച്ചു. യൂണിറ്റ് തലം മുതൽ നടന്നുവന്ന സമ്മേളനങ്ങളുടെയും സംഘടനാ തെരഞ്ഞെടുപ്പുകളുടെയും തുടർച്ചയായി സംഘടിപ്പിക്കപ്പെട്ട ജില്ലാ പ്രതിനിധി സമ്മേളനമാണ് പുതിയ കമ്മിറ്റിയെയും ഭാരവാഹികളെയും തെരഞ്ഞെടുത്തത്. ആരിഫ് മുഹമ്മദ് PB ട്രഷറർ ഉൾപ്പെടെ 36 അംഗങ്ങളുള്ള ജില്ലാ കമ്മിറ്റിയുടെ കാലാവധി 2 വർഷമാണ്. താലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഹൗസ് ഫുട്ബോൾ രംഗത്തെ മുൻ ഇന്ത്യൻ താരങ്ങൾ സന്ദർശിച്ചു. മുൻ ഇന്ത്യൻ ഗോൾ കീപ്പർ വിക്ടർ മഞ്ഞില, മുൻ കേരള ഗോൾ കീപ്പർ ഇട്ടി മാത്യു, ഇന്ത്യൻ താരവും കേരള കോച്ചുമായ ജേക്കബ് എന്നിവരാണ് ക്ലബ് ഹൗസ് സന്ദർശിച്ചത്. പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത്, സെക്രട്ടറി ജിജു ജേക്കബ്, ട്രഷറർ AM ഇക്ബാൽ, രക്ഷാധികാരികളായ ബാബു നാസർ, വിനു PS, എക്സിക്യൂട്ടീവ് അംഗം നൌഷാദ്, മെമ്പർമാരായ ഫൈസൽ മാസ്റ്റർ, മുൻകാല ഫുട്ബോളർ AV തമ്പി എന്നിവർ സംസാരിച്ചു. നവംബർ 20-ന് പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിൽ നടത്തിയ അഖില കേരള ഇന്റർ കോളേജിയേറ്റ് അറബിക് കലിഗ്രഫി മത്സരത്തിൽ വിജയികളായവരെ പ്രഖ്യാപിച്ചു. അക്കാദമിക മേഖലയിലെ പരസ്പര സഹകരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് പെൻമാൻഷിപ്പ് റിസർച്ച് സെന്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് അക്കാദമിയുമായി ചേർന്നാണ് മത്സരങ്ങൾ നടത്തിയത്. മുഹമ്മദ് അജീർ മാദിൻ റാസി, മുഹമ്മദ് മുഫ്ലി, റുമൈസ എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ സ്വന്തമാക്കി. സമ്മാനദാനം ലോക അറബി ഭാഷാ ദിനത്തോടനുബന്ധിച്ച് ഡിസംബർ 18-ന് അൻസാർ വിമൻസ് കോളേജ് ക്യാമ്പസിൽ നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. പെരുമ്പിലാവിൽ നടന്ന ഹൈദ്രോസ് മുഹമ്മദ് അനുശോചന യോഗം വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം നവാസ് അടവിലങ്ങ് ഉദ്ഘാടനം ചെയ്തു. മസ്ജിദുർ റഹ്മ ഖത്തീബ് സലീം മമ്പാട് മുഖ്യപ്രഭാഷണം നടത്തി. വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K അനീസ് അധ്യക്ഷത വഹിച്ചു. ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് ഷാജു മുഹമ്മദ് ഉണ്ണി, വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് PA ബദറുദ്ദീൻ, സെക്രട്ടറി MA കമറുദ്ദീൻ, പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഷെമീറ നാസർ, ജമാഅത്തെ ഇസ്ലാമി വനിതാ കൺവീനർ സഫിയ ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7140 രൂപ, പവന് 57,120 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 97 രൂപ. ചരമം കുന്നംകുളം തെക്കേപ്പുറം പഴയ കോടതി ആളൂർ ഈയുക്കുട്ടി മകൻ ജേക്കബ് നിര്യാതനായി 72 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 11-ന് ആർത്താറ്റ് ഹോളി ക്രോസ് കത്തോലിക്ക പള്ളി സെമിത്തേരിയിൽ നടക്കും. സിസ്റ്റർ നിർമ്മൽ മരിയ FCC, ഷെർലി ബിനോയ്, ഡോക്ടർ ലിജോ ജേക്കബ് എന്നിവർ മക്കളാണ്. ചാലിശ്ശേരി BSNL ഓഫീസിന് സമീപം താമസിക്കുന്ന പരേതനായ വാസുദേവൻ ഭാര്യ പൊട്ടംകുളങ്ങര ജാനകി നിര്യാതയായി 75 വയസ്സായിരുന്നു. റിട്ടയേർഡ് നഴ്സിംഗ് അസിസ്റ്റന്റാണ് പരേത. ബാഹുലയൻ, അനിൽകുമാർ, ശബരിഗിരീഷ് എന്നിവർ മക്കളാണ്. സംസ്കാരം നടന്നു. എയ്യാൽ പരംജ്യോതി കിഴക്കേതിൽ PC ഗോപാലകൃഷ്ണന്റെ ഭാര്യ സുഷമ നിര്യാതയായി. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണെന്നും BJPക്കും RSSനും സുരേഷ് ഗോപിക്കും അതിൽ പങ്കുണ്ടെന്നും മുൻ മന്ത്രി VS സുനിൽകുമാർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. വെടിക്കെട്ട് നിർത്തിവെച്ചതിലും പന്തൽ ലൈറ്റ് അണച്ചതിലുമെല്ലാം ഗൂഢാലോചനയെന്നും അതിന് ദേവസ്വങ്ങളെ കുറ്റപ്പെടുത്താനാകില്ലെന്നും സുനിൽകുമാർ. ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ച് തീരദേശ മേഖലകളിൽ വ്യാജമദ്യവും മയക്കുമരുന്ന് വിതരണവും സംഭരണവും തടയുന്നതിനായി ചാവക്കാട് ബ്ലാങ്ങാട് മേഖലയിൽ റെയ്ഡ്. ചാവക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസിന്റെയും മുനയ്ക്കക്കടവ് കോസ്റ്റൽ പോലീസിന്റെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു പരിശോധന. കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിന്റെ സ്വാഗത സംഘ രൂപീകരണം കുന്നംകുളം താലൂക്ക് ഓഫീസിൽ ചേർന്നു. ഡിസംബർ 27 വെള്ളിയാഴ്ച കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അദാലത്ത്. പരാതികൾ ഓൺലൈനായും നേരിട്ട് നൽകാം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.